ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഒരു നോമ്പ് കാലഘട്ടത്തിൽ കൂടെ സഭ കടന്നു പോകുമ്പോൾ ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മദർശനത്തിൻ്റെയും അനുധാപനത്തിൻ്റെയും ദൈവിക ബോധ്യത്തിൻ്റെ നാളുകളായി തീരുവാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് പുണ്യമന്വേഷിച്ചുള്ളതായ ഒരു തീർത്ഥാടന യാത്രയാണ്. ഈ യാത്രയിൽ കൂട്ടായ്മയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. പെസഹയുടെ അനുഭവം ജീവിതത്തിൽ അനുഭവയോഗ്യമാക്കുന്ന നാളുകളായിരിക്കണം ഈ നോമ്പിൻ്റെ നാളുകളെന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്ന് ക്രിസ്തുവിലേക്ക് നോക്കുന്ന അനുഭവങ്ങൾ ഈ നാളുകൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായ നോമ്പിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ പരസ്പരം പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. എങ്കിൽ മാത്രമേ ഉയർത്ത ക്രിസ്തു എന്ന വലിയ പുണ്യം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അനുതാപനത്തോടുകൂടെ, ആത്മദർശനത്തോടുകൂടെ, ദൈവിക ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളത് ഈ നാളുകളിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അനുതാപനം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥമായ ദൈവദർശനം ഉണ്ടാകണം. ദൈവദർശനം ഉണ്ടാകുമ്പോൾ മാത്രമേ ആത്മദർശനം ഉണ്ടാകുകയുള്ളൂ. യെശയ്യാവിനെ പോലെ ആത്മദർശനം ഉണ്ടാകുമ്പോൾ നിലവിളിച്ച് കരയുന്ന അനുഭവങ്ങൾ ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ഉത്തരവാദിത്തമാണ്. പഴകിയ ബോധ്യം മാറി ഒരു പുതിയ ബോധ്യം, ഒരു ദിശാബോധം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടെടുക്കുന്നവനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഈ നാളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥമായ നോമ്പിൻ്റെ നന്മകൾ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളവരാണ് പലപ്പോഴും നമ്മൾ. ഈ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാനായി മടങ്ങി വരുന്ന അനുഭവമായിരിക്കണം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടുള്ളത്. അനുതാപനം ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവദർശനം ഉണ്ടാകുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ബോധ്യം, ഒരു ദിശാബോധം, യഥാർത്ഥമായ ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ യാത്രയിൽ പലതിനെയും ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, പലതിനെയും കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം, പലതിനെയും ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ ഈ യാത്രയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉയർത്ത ക്രിസ്തു എന്ന വലിയ പ്രത്യാശ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ, കൂട്ടായ്മയുടെ അനുഭവങ്ങൾ നമ്മൾ നഷ്ടമാക്കിയിട്ടുണ്ട് എങ്കിൽ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം ഈ നാളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ മടങ്ങി വരുന്നുവെങ്കിൽ, യഥാർത്ഥമായി മടങ്ങി വരുന്നുവെങ്കിൽ, സുബോധത്തോടുകൂടെ, ആത്മദർശനത്തോടുകൂടെ മടങ്ങി വരുന്നുവെങ്കിൽ അവൻ ഇറങ്ങി വന്ന് നമ്മെ സ്വീകരിക്കുവാൻ മതിയായവനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതുതന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുബോധത്തോടുകൂടെ തെറ്റ് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നതായ ആ പുത്രൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവനെ സ്വീകരിക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം മടങ്ങിവരവിൻ്റെ നാളുകളായിത്തീരണം. ദൈവിക ബോധ്യത്തിൻ്റെ, ആത്മദർശനത്തിൻ്റെ നാളുകളായി തീരുമ്പോൾ ദൈവം നമ്മെ ബലപ്പെടുത്തും എന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ യാത്രയിൽ, ഈ പുണ്യമന്വേഷിച്ചുള്ളതായ ഈ തീർത്ഥാടന യാത്രയിൽ ദൈവിക ബോധ്യത്തോടുകൂടി യാത്ര ചെയ്യുവാൻ, അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ, നമ്മെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യുവാൻ, ഒരു വർജന സംസ്കാരം സ്വീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നോമ്പ് നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഈ കാലഘട്ടങ്ങളിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ അത്യധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പുണ്യമന്വേഷിച്ചുള്ള തീർത്ഥാടന യാത്രയിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ദൈവമക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യഥാർത്ഥമായ അനുതാപത്തോടുകൂടെ, ആത്മദർശനത്തോടുകൂടെ ദൈവസന്നിധി നിലവിളിച്ച് കരയുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ കൃപകളും നൽകി ഈ വീണ്ടെടുപ്പിൻ്റെ നാളുകളിൽ ദൈവിക ബോധ്യത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.